ഹേസൽവുഡ് RCBയുടെ വിജയമുറപ്പിച്ച ആ പന്തെറിയുമ്പോൾ വിരാട് ഗ്രൗണ്ടിൽ നിന്ന് കരയുകയായിരുന്നു. അവസാന പന്തും എറിഞ്ഞുകഴിഞ്ഞ് മൈതാനത്ത് RCB താരങ്ങളും ഗാലറിയിൽ ആരാധകരും ചുവന്നു പൂത്തു തുടങ്ങുമ്പോൾ വിരാട് ഏകനായി ഒരിടത്ത് തല കുമ്പിട്ടിരുന്നു. ലുസൈലിലെ കനകക്കിരീടം കൈപ്പിടിയിലൊതുക്കിയ മെസ്സിയെ ഓർമ്മിപ്പിച്ച ആ നിമിഷത്തിന് ശേഷം അയാൾ അനുഷ്കയിലേക്ക് തിരിഞ്ഞു നോക്കി. അപ്പോഴും അയാളുടെ കണ്ണുകളിൽ നനവുണ്ടായിരുന്നു. ഈ സാല കപ്പ് നംദു എന്ന് പറയുമ്പോൾ അയാളുടെ തൊണ്ട ഇടറിയിരുന്നു. ABD എന്ന ഉറ്റ കൂട്ടുകാരനെ കാണുമ്പോൾ അയാൾക്ക് പറയാൻ വാക്കുകൾ കിട്ടിയില്ലായിരുന്നു. അഗ്രസീവ് കോഹ്ലിയെ കണ്ട് ശീലിച്ച നമുക്കും ആ നിമിഷങ്ങളിൽ നിയന്ത്രണം വിട്ടുപോയി. ക്രിക്കറ്റ് ലോകം ആനന്ദാശ്രുവിൽ കുതിർന്ന ഒരു പച്ചപ്പുൽ മൈതാനമായി. ഒരു നിമിഷത്തേക്ക് പഞ്ചാബ് ആരാധകർ പോലും ശ്രേയസിന്റെയും സംഘത്തിന്റെയും തോൽവിയിലെ വേദന മറന്നുപോയി. നീണ്ട 18 വർഷങ്ങൾ. അണ്ടർ 19 ലോക കിരീടത്തിന്റെ പകിട്ടിൽ RCBയിലെത്തി. പിന്നീട് ക്രിക്കറ്റിലെ സകല കിരീടങ്ങളും റെക്കോർഡുകളും കൈപ്പിടിയിലൊതുക്കിയ കിങ്ങിനെ എത്തിപ്പിടിക്കാൻ പറ്റാതെ പോയ IPLന്റെ ദൂരവും 3 ഫൈനൽ നിരാശകളും ഒടുവിൽ അയാൾ പിന്നിട്ടിരിക്കുന്നു. ലുസൈലിലെ മെസ്സിയെ പോലെ അയാളും പൂർണ്ണനായിരിക്കുന്നു. ലേലത്തിലിരുന്നുവെങ്കിൽ ക്രിക്കറ്റിലെ സകല ഓപ്ഷൻ റെക്കോർഡുകളും നിഷ്പ്രഭമാകുമായിരുന്നിട്ടും അവിടെ തന്നെ തുടർന്ന വിരാടും കപ്പില്ലാഞ്ഞിട്ടും നിർഭാഗ്യവും നിരാശയും പലകുറി പേറേണ്ടി വന്നിട്ടും ആ മനുഷ്യനു ചുറ്റും വട്ടം ചുറ്റിയ RCBians ഒന്നും അവസാനിക്കുന്നില്ലെന്നും തോൽവിയിൽ ഇടറാതെ പോരാടുന്നവർക്കാണ് അന്തിമ വിജയമെന്നുമുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. പ്രിയ ശ്രേയസ്, ഡൽഹിയെ ഫൈനലിലെത്തിച്ച, കൊൽക്കത്തയെ കിരീടമണിയിച്ച, പഞ്ചാബിനെ പോരാളിക്കൂട്ടമാക്കിയ, ബുംറയെ നിർവീര്യമാക്കിയവരാണ് താങ്കൾ. കോഹ്ലിക്ക് വിരിഞ്ഞ പോലെ നീതി നിങ്ങൾക്ക് വേണ്ടി വീണ്ടും വരും. ഇത് ഒരുപക്ഷെ കോഹ്ലിയും RCB ആരാധകരും നിങ്ങളെക്കാൾ അർഹിച്ചിരുന്നിരിക്കണം.